ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് റോബ്ലോക്സിൻ്റെ ഒരു പാർട്ടാണ്. കാർണിവൽ ഓഫ് ടെറർ എന്ന് പറയുന്നൊരു മോഡാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ റോബ്ലോക്സിൻ്റെ വീഡിയോസും മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അധികം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഗെയിമിലോട്ട് പോകാം. കാർണിവൽ ഓഫ് ടെറർ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ഹൊറർ പാർക്ക് പോലെയാണ് സംഭവം. ഇവിടെ ഇതൊക്കെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. നമുക്ക് അകത്തോട്ട് വൈകാതെ തന്നെ കയറാം. അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുക. ഗോസ്റ്റ് ട്രെയിൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഈ ട്രെയിനിൽ കയറി പോകേണ്ടതെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടാണ് വരേണ്ടത്. അല്ലല്ല, ട്രെയിനിൽ കയറേണ്ടല്ല, അങ്ങോട്ട് വഴിയാണെന്നുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ അല്ല. ചെക്ക് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ലാവയിൽ കൂടെ ചാടിപ്പോകണമെന്നാണ് തോന്നുന്നത്. നമുക്ക് ചാടി പോവാം. വീണ്ടും ചാടിപ്പോവും. അയ്യോ, ചത്ത് കേസ്. നമ്മൾ ഒന്നും കൂടി വരാൻ നോക്കാം. ലാവയിൽ ചാടി കടന്നു പോയാൽ നമുക്ക് അപ്പുറത്ത് വീണ്ടും നമ്മൾ ചത്തു കേസ്. ഒന്നും കൂടി നമ്മൾ ചത്തിട്ടുണ്ട്. ഒന്നിപ്പഴച്ച മൂന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വട്ടം പോയി നോക്കാം. മൂന്നാമത്തെ വട്ടം കിട്ടിയില്ലല്ലോ ഗേസ്. മൂന്നാമത്തെ വട്ടം പോയി ഗേസ്. സീനില്ല, നമ്മൾ അടുത്ത വട്ടം പിടിക്കും. 3 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചുക്കറാണ്. നമ്മൾ ഇപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബലൂണ് കാണുന്നുണ്ട്. ബലൂണ് അയ്യോ, ആ ബലൂൺ പൊട്ടി കേസ്. നല്ലൊരു സൗണ്ടായിരുന്നു ആ ബലൂൺ പൊട്ടിയപ്പോൾ. ഞാൻ സൗണ്ട് ഇങ്ങനെ കുറച്ച് വെച്ചേക്കാണതാണ് നിങ്ങൾക്ക് കേൾക്കാത്തത്. ബലൂണിൽ കൂടെ ചാടിപ്പോണമെന്ന് തോന്നുന്നു. താഴെ വീണ അയ്യോ, ഞാൻ നിങ്ങളെ താഴെ വീണ എന്തോ പറ്റിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചതല്ലേ. ഞാൻ മനഃപൂർവ്വം വീഴുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും ഞാൻ താഴോട്ടൊന്നും ഒരിക്കലും വീഴാൻ പോകുന്നില്ല ഗേസ്. നമുക്ക് ഒന്നും കൂടി ബലൂണിൽ ചാടിപ്പോകാം. ഈ വട്ടം എന്തായാലും നമ്മൾ അപ്പുറത്തെത്തും ഗേസ്. പണ്ടേ ഒരു ആണ് ഗേസ്. ഞാൻ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അവിടെ താഴെ എത്തി. നമുക്ക് ചെക്ക് പോയിൻ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗേസ്. നമുക്ക് ഈ തീ കടന്നു പോകണമെന്നാണ് തോന്നുന്നത്. തീ കിട്ടിയാൽ നമ്മൾ തീ എത്തിച്ചെത്തിട്ടുണ്ട്. പീസായിപ്പോയി നമ്മൾ. എന്തായാലും ഈ വട്ടം എന്തായാലും നമ്മൾ കയറിയിരിക്കും, അത് ഉറപ്പാണ് കേസ്. ഈ വട്ടം നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും. നമ്മളിപ്പുറത്തെത്തി. വീണ്ടും നമ്മൾ അടുത്ത സ്ഥലം കൂടി ആക്കി. 3ാമത്തെ സ്ഥലം കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചെക്ക് പോയിൻ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ചെക്ക് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും താഴോട്ട് പോയാൽ നമുക്ക് ചെക്ക് പോയിൻ്റ് കിട്ടും. ഇവിടെ വേറെ പ്ലെയേഴ്സൊക്കെ നിൽപ്പുണ്ട്. ഇത്രയും നേരം വേറെ പ്ലെയേഴ്സൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. നമ്മൾ ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോക്കറിൻ്റെ കൈ പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. നമ്മൾ നിൽക്കണമില്ലേ, നമ്മളെ പിടിച്ചോണ്ടാകത്തോട്ട് കൊണ്ടുപോകാനാണ് തോന്നുന്നത്. ഇത് ജോക്കറുടെ പാർക്കിനകത്തുള്ള ഫാക്ടറി ആണെന്ന് തോന്നുന്നു. മെഷീൻസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുന്നാണോ നമ്മൾ ഈ ജോക്കർ പാർക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് നമുക്കറിയില്ല. വേറൊരുത്തനും കൂടി നിൽപ്പുണ്ട്. നമ്മളിങ്ങനെ കറങ്ങി കയറേണ്ടത് ഇച്ചിരി ടഫാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മളൊരു പ്രോ ആയതുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്യും. ഞാനത് ഒറ്റയടിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. കയറുന്നുണ്ട്. 3ാമത്തെ 4ാമത്തെ അടുത്ത ഇനി കുറച്ചും കൂടി കയറിയാൽ മതി എന്നാണ് തോന്നുന്നത്. നമ്മൾ മേളിലത്തെ ഇറങ്ങിയതുകൊണ്ട് താഴെ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെക്ക് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും നേരം ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ പ്ലെയേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. ഇവിടെ താഴെ നമ്മൾ ഇപ്പം നിന്നിടത്തുണ്ട്, താഴെയുണ്ട്. അതുകൊണ്ട് അവിടെ താഴെ ആ പൈപ്പിൽ കൂടെ ഒരാൾ ചാടി വരുന്നുണ്ട്. അവിടെ ഉണ്ട്. നമ്മളിപ്പം എത്തിയെടുത്ത് ഇപ്പോൾ ഒരുത്തൻ താഴോട്ട് പോയി, അവനെ ഉണ്ട്. ഇവിടെയൊക്കെ ഉള്ളു. ഇനി അങ്ങോട്ട് അധികം ആരും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ പോവാം. പൈപ്പിൽ കൂടെ പോയി നമ്മളിപ്പോൾ ഇവിടെ ലാഡർ കണ്ടിട്ടുണ്ട്. ലാഡർ കയറിയപ്പോൾ ഇവിടെ ഡോറ് തുറന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വീണ്ടും ചെക്ക് പോയിൻ്റ് കിട്ടി. നമ്മൾ ഈ ബ്ലേഡ് കഴിഞ്ഞിങ്ങനെ പോകാനെന്ന് തോന്നുന്നു. അയ്യോ, ആ ബ്ലേഡിൽ കൊണ്ട് നമ്മൾ ചത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് 2ാമത്തെ ട്രൈ പിടിക്കാം. 2ാമത്തെ ട്രൈ നമ്മൾ എന്തായാലും അപ്പുറത്തെത്തുന്നതായിരിക്കും. ആദ്യത്തെ ബ്ലേഡ് കഴിഞ്ഞു പോയി. ഇനി 2ാമത്തെ മൂന്നാമത്തെ ബ്ലേഡ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്.
ഇത് കണ്ടാൽ ഈ സൈഡിൽ വെച്ചേക്കുന്ന കമ്പിയും വരെ വെറുതെ വെച്ചേക്കാണ്. നമ്മളെ സൈഡിൽ കൂടെ ചേർന്ന് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മളെന്തായാലും അപ്പുറത്ത് പോകും ഗൈസ്. കണ്ട, ഇതൊക്കെയാണ് ഇവന്മാരെ നമ്മളെ പറ്റിക്കുകയാണ്. നമുക്കെന്തായാലും ഈ ലാഡറിൽ കൂടെ കയറി മേളിൽ പോകും. നമ്മളെവിടെ എത്തുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് വീണ്ടും ചെക്ക് പോയിൻ്റ് കിട്ടി. ഇവിടെ ഒരു ബലൂൺ പിടിച്ചിപ്പോണ്ട് പറയുന്നത് ഐ ക്യാൻ ഹിയർ എ ക്ലൗൺ ലാഫിങ് മേക്ക് യുവർ വേ ഇൻ ടു എന്താ കണ്ടില്ല മേക്ക് യുവർ വേ ഇൻ ടു ഫെറീസ് വീൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഫെറീസ് വീലിലോട്ട് പോവാം. അയ്യോ, നമ്മളൊരു ജോക്കർ പിടിക്കാൻ വരുന്നുണ്ട് ഗൈസ്. ഈ ജോക്കറിനെ നമ്മൾ എന്തായാലും കൊല്ലും. ജോക്കറിനെ കൊല്ലാൻ പറ്റില്ല ഗൈസ്. നമ്മൾ ഫെറീസ് വീലിൽ കയറിയിട്ടുണ്ട്. ഫെറീസ് വീലിൽ കൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഫെറീസ് വീലിൽ കൂടെ നമ്മൾ മേളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെറീസ് വീലിൻ്റെ മേളിലെത്താറായി. താഴെ വേറെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. ആ ജോക്കറിനെ പേടിച്ചാന്ന് തോന്നുന്നു. അവിടെ എന്തായാലും ഫെറീസ് വീലിൽ കയറുക, അതെനിക്കുറപ്പാ. നമ്മളതിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. ഈ പാറ നമ്മൾ കയറി പോകണം. ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ബലൂൺ ഉണ്ടെങ്കിൽ കൂടെ ചാടി പോകുന്നത് നല്ല രസമാണ് ഗൈസ്. ഒരു സൗണ്ടൊക്കെ കേൾക്കും. സൗണ്ട് കുറച്ച് വെച്ചേക്കാണ്, അതാണ് ഞാൻ കേൾക്കാത്തത്. റൈഡ് കയറിയിട്ടുണ്ട്. അത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എനിക്ക് ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് പോകേണ്ടത്. നിൽക്കടാ, ആ മരി നിർത്തിയിട്ടുണ്ട് ഗൈസ്. അതാ വീണ്ടും മണ്ടയ്ക്ക് വിട്ടുണ്ട്. നമ്മൾ മണ്ടയ്ക്ക് നല്ലേ വന്നേ. വീണ്ടും താഴോട്ട് പോകും. അമ്മമാർ ഇന്നുമല്ല നിർത്തുമോ? നിർത്തി ഗൈസ്. എങ്ങനെ ഇതിലേ ഇറങ്ങുന്നത്? അയ്യോ, ഇറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, നമ്മൾ ചാടിയപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് ഗൈസ്. വീണ്ടും ചെക്ക് പോയിൻ്റ് കിട്ടി. മുകളിൽ കൂടെ നമ്മൾ ചാടിപ്പോണമെന്നാണ് തോന്നുന്നത്. നമ്മൾ താഴെ ഇറങ്ങിയപ്പം ഒരു ജോക്കറിൻ്റെ ചിരിയുടെ സൗണ്ട് കേട്ടിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കാണ് ഗൈസ്. ഈ വലിയ സാധനത്തിൽ നിന്ന് നമ്മളെങ്ങനെ കടന്നു പോകും? പക്ഷേ ഞാൻ ഒരു പ്രോ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഇതൊക്കെ കിടന്നു പോകും. വേണ്ട, അടുത്തേന്ന് ഞാനിപ്പം സിമ്പിളായിട്ട് പോകും. നമ്മൾ സിമ്പിളായിട്ടത് കടന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? പോർട്ടൽ ഒൺലി വേ ടു ഫൈൻഡ് ഔട്ട്. ഇത് ഒരു പോർട്ടലാണ്, നെതർ പോർട്ടൽ പോലെ ഒരു പോർട്ടലാണ്. നമ്മൾ കണ്ട് വീണ്ടും ചെക്ക് പോയിൻ്റ് കിട്ടി. ഇവനെന്താണ് കാണിക്കുന്നത്? ഇത് നരകത്തിലേക്കുള്ള പാലമാണെന്ന് തോന്നുന്നു. എല്ലൊക്കെ വെച്ചാണ് പാലം പണിഞ്ഞേക്കുന്നത്. പക്ഷേ പാലത്തിൽ മര്യാദയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. ചാടി പോകണം, എന്നാലേ പാലത്തിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളത്. നമ്മൾ സുഖമായിട്ട് ചാടിക്കിടക്കും. ഇതൊന്നും നമ്മുടെ സ്പ്രേ അടിക്കുന്നത്. നമുക്ക് സ്പ്രേ അടിച്ചാൽ അയ്യോ, സ്പ്രേ അല്ലേ, സ്പ്രേയുടെ കളറിൽ ആ മരനെ പറ്റിച്ച്. അത് തീയായിരുന്നു. നമുക്ക് എന്തായാലും ഇനി ആ തീ പെടരുത്. ഇനി ആ തീ പെടാതെ തന്നെ നമുക്ക് പോകണം. ആ തീ പെടാതെ ആദ്യത്തെ നമ്മൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആദ്യം ഇവിടെ പടി പോലെ എന്തോ ഉണ്ട്. ചാടി ഇവിടുത്തെ ഇതെന്തായാലും നമുക്ക് ചാടിക്കിടക്കണം. ഒന്നാമത്തെ അയ്യോ, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ചെക്ക് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാം. ഈ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെന്തായാലും അപ്പുറത്ത് കയറിയിരിക്കും. ഇവിടുന്ന് ഇനി താഴോട്ട് ഇറങ്ങണം. അതൊക്കെ സുഖമായിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മൾ താഴെ എത്തി. ഇവിടെ വേണ്ട അടുത്ത പോർട്ടൽ ഈ സെൽ ഓഫ് എയർ മേക്ക് യു ഫൺ റിയലി ഫാസ്റ്റ്. നമുക്ക് ഈ പോർട്ടലിൽ കൂടെ പോയാൽ അത് പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് കിട്ടുമെന്നാണ്. നമുക്ക് നേരെ പോയി നോക്കാം. നമുക്ക് ഫാസ്റ്റ് പോവാം. അയ്യോ, പക്ഷെ നമ്മൾ താഴെ പോയി. അവിടെ എത്തുമ്പോൾ നമ്മൾ ചാടണമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്നും കൂടി ഇതിൽ നിന്ന് പോയി നോക്കാം. നല്ല സ്പീഡ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ പോയാലേ പറ്റൂ. നമ്മൾ സ്പീഡിൽ പോവുക. നല്ല സ്പീഡുണ്ട്. സ്പീഡിൽ പോയാലേ ഈ അയലൊക്കെ ചാടി കിടക്കാൻ പറ്റും. നമ്മുടെ സാധാ രീതിയിൽ പോയാൽ ഇതൊന്നും നമുക്ക് ചാടാനേ പറ്റില്ല. അതിനാണ് അവർ ആ പോർട്ടൽ അവിടെ വെച്ചേക്കുന്നത്. ചാടി പോയി നമ്മുടെ ഇത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോകുമ്പോൾ നമുക്ക് ചെക്ക് പോയിൻ്റ് കിട്ടുമെന്ന്. നമുക്ക് ചെക്ക് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ യെല്ലോ പോർട്ടലിലൂടെ നീല പോർട്ടലുണ്ട്. ഇതിൻ്റെ പവർ നമ്മളെ ജമ്പ് ഹൈ ആണ്. നമുക്ക് നല്ലോണം ചാടാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും ചാടി പോകാം. ചാടുന്ന ആനിമേഷൻ കണ്ടോ, കറങ്ങിയൊക്കെ ചാടുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. ചാടി നമ്മൾ എന്തായാലും താഴെ വിടാതെ തന്നെ മാക്സിമം ചാടാൻ നോക്കാം. അധികം ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചാടി സമയമില്ല.
സമയം കളയരുത്, പെട്ടെന്ന് ചാടി തീർക്കണം. അതാണ് നമ്മൾ അടുത്തേം ചാടിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അടുത്ത യെല്ലോ പോർട്ടലാണ്. ഇത് നമ്മൾ സ്പീഡിൽ ചാടാനുള്ളതാണ്. നമ്മൾ നോർമൽ സ്പീഡിൽ പോയാൽ നമുക്ക് എന്തായാലും പറ്റത്തില്ല. വോൾക്കാനൊക്കകത്തോട്ട് പോകണം. അയ്യോ, നമ്മൾ വോൾക്കാനൊക്കകത്തൂടെ പോയിട്ടുണ്ട്. ഇവിടെ വേറെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫൂ ഹൗസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്നാണ് അവർ പറയുന്നത്. ഫൂ ഹൗസ് മറ്റേ ഹൊറർ ഹൗസൊക്കെ പോലെ ആയിരിക്കും. ഇവിടെ ഇതെന്താണ് സാധനം? അയ്യോ, ഇത് ലേസറായിരുന്നു കേസ്. അതിൽ തട്ടിയാൽ നമ്മൾ ചാവുമെന്നാണോ? നമുക്ക് നല്ല ചാടി പോവാം. അതിലൊന്നും തട്ടാതെ പോകണം മാക്സിമം. നമുക്ക് തട്ടാതെ പോകണം. പക്ഷെ ഇവിടെ എന്തോ കുഴപ്പമില്ലേ? റൂം വന്നിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് പോലെ ഉണ്ട്. പിന്നെ ഒരു ഇറക്കത്തിലൂടെ ട്രയാങ്കിൾ പണിഞ്ഞേക്കുന്ന പോലെ ഉണ്ട് ഈ റൂം കണ്ടിട്ട്. നമുക്കെന്തായാലും സേഫായിട്ട് തന്നെ അങ്ങറ്റം വരെ ചെല്ലാൻ പറ്റണം. അവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. അത് തുറന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഡോറ്. അയ്യോ, നമ്മൾ ഏറ്റവും അവസാനം വന്ന് ചത്ത് കേസ്. ഇതെന്താ അവസ്ഥയല്ലേ? നമ്മൾ തുടക്കം തൊട്ട് നല്ലോണം ചാടി വന്നിട്ട് ഏറ്റവും അവസാനമായപ്പോൾ ചത്ത്. പക്ഷേ ഡോർ അടഞ്ഞില്ല. ഡോർ ഇപ്പോഴും തുറന്ന് തന്നെ ഇരിക്കുന്നത്. ഈ വട്ടം പക്ഷെ നമ്മൾ സ്പീഡിൽ ചാടി ഇങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട്. അവസാന ചാട്ടം നമ്മൾ ആ ഡോറും കിടന്നിട്ടുണ്ട്. ഇതെന്താണ് കേസ്? മിറർ മേസ് ഇല്ല, അതാണെന്ന് തോന്നുന്നു. ചുറ്റിനും അപ്പുറത്ത് കാണാതെ കണ്ണാടിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ ബിയർ ട്രാപ്പിൽ തട്ടാതെ അങ്ങ് പോയാൽ മതി. നമുക്ക് വേറൊരു സീനും ഇല്ല. അതിൽ തട്ടാതെ പോകേണ്ട വഴി ഇവരെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേസ്. ഇതെന്താണ് സാധനം? ഇത് മറ്റേ ഫാൾ ഗേസിനെ പോലെ നമ്മൾ നടക്കുന്ന വഴി താന്നു പോകുന്നതാണ്. അയ്യോ, ഗേസ്, അത് ഇച്ചിരി ടാസ്ക്കാന്നല്ല. നമ്മൾ ആ താഴോട്ട് പോകുന്ന അതിനും കൂടെ നോക്കണം. അതിൻ്റെ കൂടെ ഈ നിന്ന് കറങ്ങുന്ന സാധനത്തിനെ നോക്കണം. നമ്മളൊരു പ്രായമുകൊണ്ട് ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തായാലും രണ്ടാമത്തെ ട്രൈയിൽ ഇത് പിടിച്ചിരിക്കും. രണ്ടാമത്തെ ട്രൈ നമ്മളെന്തായാലും അങ്ങറ്റത്തെത്തിയിരിക്കും. ഗൈസ്, ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ ട്രൈയിൽ അങ്ങനത്തെ എത്തിയിട്ടുണ്ട്. അടുത്ത സ്ഥലം ഗൈസ്. അടുത്ത സ്ഥലം എന്താണ്? കണ്ടിട്ട് എസ്കലേറ്റർ പോലുണ്ട്. നമുക്ക് ചാടി പോകാം. ഇതിലിടിക്കാതെ നമുക്ക് പോകണം. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ സാധനം എത്തുമ്പോൾ ചാവുന്നത് അതൊരവസ്ഥയാണ്. നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് ചാടി വന്നത് ഏറ്റവും അവസാനമാകുമ്പോൾ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകും ഗൈസ്. പക്ഷെ എൻ്റെ അതിലും വലിയ സങ്കടം നിങ്ങളാരും ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സങ്കടം മാറ്റാൻ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇനിയും ഞാൻ ഈ ചാനൽ ഇടുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ചാനലിൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ എൻ്റെ ആ ജെയിൻ്റ് വീലിൽ ഇരുന്ന് കണ്ടപ്പോൾ ഉള്ള റോളർ കോസ്റ്റർ എത്തിയിട്ടുണ്ട്. ഈ റോളർ കോസ്റ്ററിൽ കൂടെ പോയാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മൾ റോളർ കോസ്റ്ററിൽ കൂടെ പോകുന്നുണ്ട്. അധികം സ്പീഡൊന്നും ഇല്ല കേസ്, അത്രയ്ക്ക് സ്പീഡൊന്നും ഇല്ല. പതുക്കെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷേ അവിടെ ഒരു വലിയ കയറ്റമുണ്ട്. ആ കയറ്റം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്പീഡ് കാണുമെന്നായിരിക്കും തോന്നുന്നത്. നല്ല സ്പീഡുണ്ട് കേസ്, ഇപ്പം നല്ല സ്പീഡുണ്ട്. അവിടെ തെട്ടൻ്റെ കൂടെ പോയി. അയ്യോ, ഇവിടെ വന്നിരുന്നു നമ്മുടെ വണ്ടി മറിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതെന്താണ് ഗെയിം തീർന്ന? ഇനി അങ്ങോട്ടേലും പോകണ? ഈ ഗെയിം തീർന്നു തോന്നുന്നു കേസ്. ഗെയിം തീരുന്നു നോക്കാൻ നമുക്കൊരു വഴിയുണ്ട്. നമ്മൾ എടുത്തങ്ങ് ചാടി എങ്ങോട്ടേലും ചാടി ചത്താൽ മതി. ഇപ്പം നമ്മൾ അവസാനം റീസ്പോൺ ആയ സ്ഥലത്തെത്തും. അവിടെ കുറേ ബട്ടൺസൊക്കെ വെച്ചപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗെയിം തീർന്നതാണ് അർത്ഥം. എല്ലാം ഇതേപോലെ എസ്കേപ്പിൻ്റെ ഗെയിമിനകത്ത് തീരുമ്പോൾ അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. എന്തായാലും എവിടെയെങ്കിലും ചെല്ലുമെന്ന് നോക്കാം. ഇല്ല, തീർന്നു ഗെയ്സ്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ്, തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗെയ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അല്ലെങ്കിൽ ഇതുപോലത്തെ റോബ്ലോക്സിൻ്റെ വീഡിയോസും മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, നിങ്ങളുടെ കൂടെ ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഗെയ്സ്, ബൈ.